മാസം മാസം റെഗുലർ ആയിട്ടൊരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും എങ്കിൽ ആ ഓപ്ഷൻ്റെ ഒരു പേരാണ് SWP, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് നമുക്ക് ഇന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാം. മൈസെൽഫ് നിതിൻ നായർ, വെൽക്കം ടു മൈ ചാനൽ ഫൈനാൻസ് ബൈ നിതിൻ. SWPക്ക് മുമ്പ് ആദ്യം SIP എന്താണെന്ന് പഠിക്കാം. റെഗുലർ ആയിട്ട് ഒരു എമൗണ്ട് ഒരു തെറ്റും വരുത്താതെ എല്ലാ മാസവും കൺസിസ്റ്റന്റ് ആയി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ SIP എന്ന് പറയുക. ഇത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിലും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റോക്സിലും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാവാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരാളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ അയാളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുക. അയാൾ ആ പൈസ ഒരൊറ്റ സിംഗിൾ ടേക്കിൽ എല്ലാം വിഡ്രോ ചെയ്യാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ഒരു 20,000 രൂപ വെച്ച് മാസം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആ 10 ലക്ഷം പോർട്ട്ഫോളിയോയിൽ നിന്ന് എല്ലാ മാസവും സ്ഥിരമായി റെഗുലർ ആയിട്ട് ഒരു 20,000 രൂപ വെച്ച് അയാൾ വിഡ്രോ ചെയ്യാൻ പോവാണ്. മാർക്കറ്റ് ഒരു 10% മൂവ്മെന്റ് വെച്ച് എല്ലാ കൊല്ലവും മേലോട്ട് പോകുമെന്ന് വിശ്വസിക്കുക. ഓക്കെ, ഇനി സംസാരിക്കാൻ പോകുന്നത് വിത്ത് നമ്പേഴ്സ് ആയിരിക്കും, ശ്രദ്ധിച്ചു കേട്ടോളൂ. അതായത് ആളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, അയാൾ എല്ലാ മാസവും 20,000 വെച്ച് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ 2.4 ലക്ഷം രൂപ ഉണ്ടാവും. അതായത് എല്ലാ മാസവും 20,000 വെച്ചുകൊണ്ട് 20,000 ഇൻറ്റു 12 മാസം ചെയ്ത് കഴിഞ്ഞാൽ 2.4 ലക്ഷം രൂപ. അതായത് 10 ലക്ഷത്തിൽ നിന്ന് 2.4 ലക്ഷം രൂപ പോയി കഴിഞ്ഞാൽ റിമൈനിങ് ആയി വേണ്ടത് 7.6 ലക്ഷം മാത്രമാണ്. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് 10% മേലോട്ട് പോകുമെന്ന രീതിയിലാണ് നമ്മൾ ഈ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് 10% മേലോട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഉണ്ടാവാൻ പോകുന്ന റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട് 7.6 ലക്ഷം ആയിരിക്കില്ല, 8.49 ലക്ഷമായിരിക്കും. അതായത് 2.4 ലക്ഷം അയാൾ കയ്യിൽ എടുക്കുകയും ചെയ്തു. റിമൈനിങ് ആയിട്ടുള്ള പൈസ മാർക്കറ്റ് മേലോട്ട് പോകുന്നതനുസരിച്ച് തന്നെ ഫണ്ട് വീണ്ടും അവിടെ കിടന്ന് അക്യുമുലേറ്റ് ആയി 8.49 ലക്ഷം കിട്ടി. ഇതേ സംഭവം അദ്ദേഹം ഒരു 5 കൊല്ലം വരെ കണ്ടിന്യൂ ചെയ്തു എന്നാണെങ്കിൽ 2.4 ലക്ഷം ഒരു കൊല്ലം കിട്ടുന്നത് പോലെ തന്നെ ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞാൽ 12 ലക്ഷമാണ്. സോ അദ്ദേഹത്തിന് 12 ലക്ഷം കയ്യിൽ കിട്ടുകയും ചെയ്യും. റിമൈനിങ് ആയിട്ട് വീണ്ടും അവിടെ ഏതാണ്ട് 80,000 റുപ്പീസ് ഉണ്ടാവും. ആളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വെറും 10 ലക്ഷമായിരുന്നു. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ സിസ്റ്റമാറ്റിക്കായി വിഡ്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലും കയ്യിൽ 12 ലക്ഷം കിട്ടുകയും ചെയ്തു. റിമൈനിങ് ആയിട്ട് വീണ്ടും ഒരു 80,000 ബാക്കി നിൽക്കുന്നുമുണ്ട്. സോ അതിനർത്ഥം 10 ലക്ഷത്തിൽ നിന്ന് ഒരു പൈസ പോലും ഫെർദർ ആഡ് ഓൺ ചെയ്യാതെ പോലും നിയർലി 13 ലാക്സ് ഉണ്ടാക്കാൻ പറ്റി അദ്ദേഹത്തിനെ കൊണ്ട് വെറും 5 ഇയേഴ്സ് കൊണ്ട്. ഏതാണ്ട് ഒരു 28% 30% വരെയാണ് ഇവിടെ റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർലി മാർക്കറ്റ് ഒരു 10% മേലോട്ട് പോകുമ്പോഴാണ്. സപ്പോസ് ഒരു 12-13% പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ റിട്ടേൺസ് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ മേ ബി താഴോട്ട് വരുന്ന രീതിയിൽ ഒരു 8%, 7% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി റിട്ടേൺസ് കുറച്ച് കുറയും. ബട്ട് സ്റ്റിൽ സിംഗിൾ ടേക്കിൽ തന്നെ 10 ലക്ഷം എടുത്ത് അത് എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ഫർദർ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല, ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണെങ്കിൽ അത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ SWP തന്നെയാണ്. കാരണം ലോങ്ങർ ടൈം ഫ്രെയിമിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് മേലോട്ട് പോകാൻ പോകുന്ന ഒരു ഫേസ് ആണ്. സോ നിങ്ങളുടെ പൈസ അവിടെ സേഫും ആയിരിക്കും. ആ എമൗണ്ട് നമ്മൾ ഫർദർ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ പോർട്ട്ഫോളിയോയിൽ തന്നെ വെച്ചുകൊണ്ട് മാസം വേണ്ട യൂണിറ്റ്സ് മാത്രം സെല് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് റെഗുലർ ആയിട്ട് ഇൻകം കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ റിമൈനിങ് ആയിട്ടുള്ള പൈസ അവിടെ ഇരുന്നുകൊണ്ട് ലോങ്ങർ ടൈം ഫ്രെയിമിൽ വീണ്ടും അവിടെ അക്യുമുലേറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ബെറ്റർ റിട്ടേൺസ് ഉണ്ടാക്കാനും പറ്റും. സോ SIP പോലെ തന്നെ SWPയും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇത് ഷെയറും ചെയ്ത് കൊടുക്കുക. താങ്ക്